Hi, hello everyone. Welcome to Ancient Crush. നമ്മൾ ഇന്ന് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് പ്രോൺസ് കൊണ്ടുള്ള ഒരു ഐറ്റമാണ്. ചെമ്മീൻ്റെ ഒരു കറി, തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ടുള്ള ഒരു കറിയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. സാധാരണ നമ്മൾ ചെമ്മീൻ കിട്ടിയ ഫ്രൈ ചെയ്യാണ് ചെയ്യാറല്ലേ. ഇനി നമുക്ക് ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കാം. എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം. ഞാനിപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു 1/2 കിലോ ചെമ്മീനാണ് എടുത്തേക്കുന്നത്. അത് നമ്മൾ നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം. ഇനി നമുക്ക് അതിന് വേണ്ട വേറെ ഇൻഗ്രീഡിയൻസ്: പച്ചമുളക് ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞത്, തേങ്ങാക്കൊത്ത്, ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, വെളുത്തുള്ളി, ചുവന്നുള്ളി, വത്തലമുളക് 3 എണ്ണം, കരിയാപ്പില, കൊടംപുളി, തേങ്ങാപ്പാൽ. ഒരു ചട്ടിയിൽ കുറച്ച് വെള്ളം ഒഴിച്ച്, ഒരുപാട് വെള്ളം വേണ്ട, കുറച്ച് വെള്ളം ഒഴിച്ച് അതിലോട്ട് വെളുത്തുള്ളി, ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചിയും പച്ചമുളകും തേങ്ങാക്കൊത്തും, പിന്നെ നമ്മുടെ ഒരു മെയിൻ ഐറ്റം ഉണ്ട് കൊടംപുളി. ഒരു പീസ് കൊടംപുളി ആഡ് ചെയ്തിട്ട് നമ്മൾ വേവിക്കണം. പുളി ആഡ് ചെയ്യുന്നത് സാധാരണ നമ്മൾ മീൻകറിയൊക്കെ വയ്ക്കുമ്പോൾ പുളി ആഡ് ചെയ്യും. ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മൾ പുളി ആഡ് ചെയ്യുമ്പോൾ. അതും ആഡ് ചെയ്ത് പിന്നെ 1 സ്പൂൺ മുളക് പൊടിയും 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് 10 മിനിറ്റ് നന്നായിട്ട് മൂടി വെച്ചൊന്ന് വേവിക്കാം. നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് വെന്ത് വരുമ്പോൾ ഒരു മണം വരും. ആ ഒരു കറക്റ്റ് ഭാഗമാണ്. അങ്ങനെ വെന്ത് വരുമ്പോൾ വേണം നമ്മുടെ ചെമ്മീൻ ആഡ് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മുടെ ഐറ്റംസൊക്കെ നന്നായിട്ട് നമുക്ക് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ചെമ്മീൻ അതിലോട്ട് ആഡ് ചെയ്യാം. പിന്നെ നമ്മുടെ ഒരു മെയിൻ ഐറ്റം ഉണ്ട്. മെയിൻ എന്ന് വെച്ചാൽ ഇതിൽ ഈ ഒരു കറിയുടെ മെയിൻ ടേസ്റ്റ് വരുന്നത് തേങ്ങാപ്പാലാണ്. നമ്മൾ ആദ്യം തന്നെ തേങ്ങ പിഴിഞ്ഞ് 2ാം പാലും 1ാം പാലും സെപ്പറേറ്റ് ചെയ്ത് വെക്കണം. നമ്മൾ ഈ ടൈമിൽ പാൽ ആഡ് ചെയ്യും. നമ്മൾ ചെമ്മീൻ ആഡ് ചെയ്ത് നന്നായിട്ട് ഇളക്കി കൂട്ടിയിട്ട് അതിലോട്ട് മസാലാസൊക്കെ ഒന്ന് പിടിച്ച് കഴിയുമ്പം നമ്മൾ 2ാം പാൽ ആഡ് ചെയ്യാം. 2ാം പാൽ ആഡ് ചെയ്ത് ഒരു 10 മിനിറ്റ് മൂടി വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമ്മൾ വേവിച്ചെടുക്കണം. ആ ഒരു ടൈമിൽ നന്നായിട്ട് ആ മസാലാസൊക്കെ ചെമ്മീനിലോട്ട് പിടിച്ച് നല്ലൊരു ടേസ്റ്റിൽ അത് നന്നായിട്ട് വെന്ത് കിട്ടും. നമുക്കൊരു 10 മിനിറ്റ് മതി. ചെമ്മീൻ വേവാനായിട്ട് ഒരുപാട് ടൈമൊന്നും വേണ്ടല്ലോ. അപ്പോൾ നമ്മുടെ ചെമ്മീനൊന്ന് വേവിച്ചെടുക്കാം. നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ സൂപ്പറായിട്ടുള്ള ചെമ്മീൻ വെന്ത് കിട്ടിയിട്ടുണ്ട്. ചാനൽ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കല്ല കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ 1ാം പാൽ ആഡ് ചെയ്യാം. നമ്മുടെ ചെമ്മീൻ വെന്തു. ഇനി ജസ്റ്റ് 1ാം പാലൊന്ന് തിളച്ച് വന്നാൽ മതി. 1ാം പാൽ ആഡ് ചെയ്ത് തിളയ്ക്കാൻ വയ്ക്കാം. ഇനി നമുക്ക് വേറൊരു സ്റ്റെപ്പും കൂടി ഉണ്ട്. വേറൊരു ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ആവശ്യത്തിന് കടുകിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചുവന്നുള്ളിയും വറ്റൽമുളകും കരിയാപ്പിലയും കൂടി ഇട്ട് ഒന്ന് താളിച്ചെടുക്കണം. അതാണ് നമ്മുടെ ഫൈനൽ പ്രോസസ്സ്. നമ്മുടെ ആ ഒരു 1ാം പാൽ ഒഴിച്ച് അതൊന്ന് തിളച്ച് വരുന്ന സമയം കൊണ്ട് നമുക്കിത് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചുവന്നുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് നമ്മുടെ വറ്റൽമുളകും കരിയാപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് ആയി വരുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് തിള നിൽക്കുമ്പോൾ വേണം നമ്മുടെ ഈ ഒരു താളിക്കുന്ന ഇട്ട് കൊടുക്കാനായിട്ട്. ഇല്ലെങ്കിൽ പൊങ്ങിക്കിടക്കത്തില്ല. നന്നായിട്ട് ആ ഒരു എണ്ണയുടെ ടേസ്റ്റ് നമുക്ക് കിട്ടത്തില്ല. കുറച്ച് നേരം മൂടി വെച്ച് കഴിഞ്ഞാൽ നല്ല സൂപ്പറായിട്ടുള്ള ചെമ്മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു പ്രത്യേക ടേസ്റ്റായിട്ട്, ഒരു പ്രത്യേക സ്മെല്ലും ടേസ്റ്റൊക്കെയാണ്. നല്ല സൂപ്പറായിട്ട് ചെമ്മീനും വെന്ത് നല്ലൊരു ടേസ്റ്റിലുള്ളൊരു കറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി റിവ്യൂസും കമൻസൊക്കെ അറിയിക്കണം. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. Thank you.